ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സിനുള്ള ഡൗട്ട് ക്ലിയറൻസും കുറച്ച് ക്ലാരിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് ധൈര്യപൂർവ്വം കമന്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ. അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ചൂടുകാലത്ത് ഈ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണേന്ന്. കുറച്ച് പേർക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ മുടി മൊത്തം മുറിച്ച് കളഞ്ഞു എന്നുള്ളത്. മുടി മുറിച്ച് കളഞ്ഞതല്ല, മൊട്ടടിച്ചതാണ്. അപ്പോൾ കുറേ പേരുടെ സംശയം, അത് യൂട്യൂബിലൂടെ ഇല്ല, നേരിട്ട് വന്ന് പലരെന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അറിയാണ്ട് എനിക്ക് അറിയാവുന്നവരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താ പറ്റിയേ, എന്തെങ്കിലും അസുഖമാണോ, എന്താ മുടി മുഴുവൻ മുറിച്ച് കളഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആരാ ചോദിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് അയച്ചു കൊടുക്കാമല്ലോ. പറഞ്ഞ് വായല വെള്ളം വറ്റിക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടി മൊട്ടടിച്ചതാണ്. അതായത് ഞാൻ തിരുപ്പതിയിൽ പോയിട്ട് മൊട്ടടിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ച ഞാൻ നടത്തിയതാണ്. എനിക്ക് പെട്ടെന്ന് എനിക്കെന്തോ ഒരു സമയത്ത് ഇങ്ങനെ തോന്നി തിരുപ്പതിയിൽ പോയി മൊട്ടടിച്ചാൽ കാര്യം ഉണ്ടാവും എന്നുള്ള. അത്യാവശ്യം ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് ഉള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തിരുപ്പതി പോയി അടിക്കാം എന്നുള്ളത്. കാരണം എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈസി ആയിട്ട് പോകാമെന്നൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ നേർന്നു തിരുപ്പതിയിൽ പോയി മൊട്ടടിക്കാമെന്ന്. മൊട്ടടിച്ച എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പ്രശ്നം മുഴുവൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതടിച്ചതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ സത്യം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പറ്റണില്ല, കാരണം പബ്ലിക്കായിട്ട് നോക്കിയാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിഞ്ചുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് അങ്ങനെ പറ്റുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒരു അന്യഗ്രഹ ജീവിനെ കണ്ട മാതിരിയാണ് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ചിലർ ചിരിച്ചു പോകുന്നുണ്ടാവും, ചിലർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു പോകുന്നുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് എന്നോട് ചോദിക്കാൻ മടിയായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട്, കോളേജിലാണെങ്കിലും കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സിനോട് വന്ന് ചോദിച്ചിരിക്കുകയാണ് എനിക്ക് എന്താ പറ്റിയ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണോ, എന്തിനാ മുടി മൊട്ടടിച്ച്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അവൾ നേർന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണോ നേർന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അഭിപ്രായങ്ങൾ ഓഫ് കോഴ്സ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ചവറുമാതിരി അഭിപ്രായങ്ങൾ വരും. പക്ഷെ ചിലര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പം നമ്മൾ മുട്ടടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രീഡം ആണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊരാൾക്ക് കടന്നു കയറാനുള്ള അവകാശമില്ല. ചിലർ വന്നിട്ട് പച്ചയ്ക്കാണ് ചോദിക്കണത് ക്യാൻസർ ആണോ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാൻസർ ഒന്നും ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല, ഭാവിയിൽ വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് പലർക്കും എല്ലാവർക്കും സംശയം. അസുഖം മൊട്ടടിച്ചാൽ ഈ മുടി പോയി കഴിഞ്ഞാൽ സംശയം മുഴുവൻ ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ, മറ്റേ അസുഖമാണോ, മറിച്ച അസുഖമാണോ, ഇതൊക്കെയാണ് പലരുടെ സംശയം. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മൂടും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, എന്തിനാ മുടി മൊട്ടടിച്ച്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാലും കുറേ പേരൊക്കെ നല്ല രീതിക്ക് വന്ന് പറയുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലരുടെ ആഗ്രഹം ചോദിക്കുന്നത് നമുക്ക് ആ കേൾക്കുന്ന ടോണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ഒരാൾ എന്നോട് നേരിട്ട് വന്ന് ചോദിച്ചതാ എന്താ മുട്ടടിച്ച്, എന്തെങ്കിലും വയ്യായി വന്നതാണോ, വയ്യായി വന്നാണെങ്കിൽ വിഷമിക്കേണ്ട, നമുക്കതൊക്കെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടിട്ട് പണ്ടടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് എന്നുള്ള ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ ജസ്റ്റ് അതിന് കാര്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം എന്നതല്ലാണ്ട് ഒരാളെ കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതേ ചെയ്യാൻ പാടൂ എന്നൊന്നും ഒരാളും ഇൻസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം യാതൊരു കാരണവശാലും അവിടെ എന്താ പറയുക ഉളവെടുക്കുന്നില്ല എന്നല്ല, അങ്ങനെ ഒരു കാര്യമേ അവിടെ ആവശ്യമില്ല. നമ്മളൊരാളെ ഒരു കാര്യത്തിന് മറ്റൊരാളുടെ അയാൾ എടുക്കുന്ന തീരുമാനത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഇൻസിസ്റ്റ് ചെയ്യാൻ ഒരു അധികാരം നമുക്കില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൊട്ടടിക്കുന്നതിന് മുന്നേ ചെറിയൊരു എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാനിപ്പോൾ മൊട്ടടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാവും, പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും, ഫ്രണ്ട്സ് കളിയാക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലർ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ എന്തായാലും കളിയാക്കൂട്ടാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞു നീ അടിക്കേണ്ട, മൊട്ടടിക്കേണ്ട. പിന്നെ അത് എൻ്റെ ഇഷ്ടമാണല്ലോ, പിന്നെ അവരത് തമാശയ്ക്ക് ആ രീതിക്ക് പറഞ്ഞു പോണതാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എന്താവും എന്നുള്ളതൊക്കെ. പക്ഷെ ഞാനത് എന്താ പറയുക എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം, അതൊന്നും ബോധർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ശരിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ടീച്ചേഴ്സാണ്. അവർക്ക് എന്താ ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെ ധൈര്യത്തിൽ ഇനി എന്ത് വന്നാലും സാരമില്ല, ഞാൻ നേർന്ന കാര്യം ഞാൻ നടത്തും എന്നുള്ളൊരു ഇതിൽ ഞാൻ മുന്നോട്ട് പോയത്.
അടിച്ചതിന് ശേഷമാണെങ്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു അടിക്കേണ്ടിയിരുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് എന്റെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഇഷ്ടമാണ്, ഞാൻ അടിക്കും എന്നുള്ളത്. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകില്ല. എന്റെ അമ്മ പോലും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല അമ്മ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഞാൻ കേൾക്കാൻ പോകില്ല എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്റെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണമെന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല. പിന്നെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയാലാണ് ഞാൻ ആ ഡിസിഷൻ പിൻവലിക്കാറുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഞാനത് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാറാണ് പതിവ്. അതിനുശേഷം പിന്നെ മുട്ടടിച്ചവനോട് ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, അവനിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് എന്തായാലും വരുന്നെങ്കിൽ ഉറപ്പാവും എന്ന് പറഞ്ഞു, നീയെ മുട്ടടിക്കണ്ടായിരുന്നില്ല, നിന്റെ ഉള്ള കോൺഫിഡൻസ് പോകണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിന് കോൺഫിഡൻസ് പോകേണ്ട ആവശ്യം, എനിക്ക് ആവശ്യത്തിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവൻ ഇല്ല അതൊക്കെ വെറുതെ പറഞ്ഞ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. മനസ്സിൽ തോന്നുന്നുണ്ടല്ലോ, എനിക്ക് കോൺഫിഡൻസ് പോലും അത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞാൻ മുട്ടടിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം ആയിട്ടില്ലേ, ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് വെച്ചാൽ എനിക്ക് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല, ആരുടെ മുമ്പിലും ചെന്ന് നിൽക്കാനോ അല്ലെങ്കിൽ എവിടെ പോകാനോ എനിക്കൊരു ചമ്മറില്ല. ഈവൻ ഈ തൊപ്പി വെക്കുന്നത് പോലും വെറുതെ നടന്നു പോകുമ്പം എല്ലാവരുടെ മുമ്പിൽ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവേണ്ടത് കരുതി മാത്രമാണ് ഈ തൊപ്പി വെക്കുന്നത്. ഞാൻ വീട്ടിലൊന്നും തൊപ്പി വെക്കാറ് ജസ്റ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമേ. പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും നോക്കലും പിന്നെ വന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. അതിലും ഭേദം ഇങ്ങനെ വെച്ചിറങ്ങാൻ കുറച്ച് ഹെയർ ബോയ് കട്ട് രീതിയിൽ വരുന്നവരെങ്കിലും തൊപ്പി വെക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ വെക്കില്ലായിരുന്നു. എനിക്ക് വെക്കാൻ താല്പര്യമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തൊപ്പി വെക്കുന്നത് പോലും. എനിക്കിപ്പോൾ മുട്ടടിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു കുറവ് വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെന്നോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ചിലരോട് പറഞ്ഞു നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യും. എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ മാത്രം എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മുടി അത്യാവശ്യം നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എൻ്റെ 5th സ്റ്റാൻഡേർഡ് വരെയുള്ള മുടി എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ്സും നല്ല ലെങ്ത്തും ഉള്ള മുടിയായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്തു. അത് വല്ലാണ്ട് കയറിപ്പോയി. പിന്നെ എൻ്റെ ഉള്ളു പോയി. അങ്ങനെ ശേഷം എന്താ പറയുക, അത്യാവശ്യം രീതിയിൽ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും അടിക്കണതല്ലേ, മുട്ടടിക്കണതല്ലേ, പിന്നെ പുതിയ ഹെയർസ് വരട്ടെ, നമുക്കത് എന്താ പറയുക ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ഞാൻ മുട്ടടിക്കാം എന്നുള്ള തീരുമാനം ഞാൻ ലൈഫിൽ എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇതുവരെ യാതൊരു റിഗ്രറ്റും ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ മുടി സമർപ്പിച്ചിട്ടുള്ളത്. പിന്നെ കുറേ പേര് അപ്പോഴേക്കും ചോദിച്ചു ഡൊണേറ്റ് ചെയ്യുന്നില്ലേ മുടി, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറില്ല, ഈ വെട്ടണേക്കാട്ടും മുട്ടടിക്കണേക്കാട്ടും ഭേദമല്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മുടി കളേർഡ് ഹെയർ ആയിരുന്നു. ആ കളേർഡ് ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. കളേർഡ് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തത് ബട്ടർഫ്ലൈ കട്ടോ അങ്ങനത്തെ ഒരു കട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അത് വെട്ടിയ സ്ഥിതിക്ക് പിന്നെ എൻ്റെ മുടി 30 സെന്റിമീറ്റർ കൊടുക്കാനും ഇല്ല. പിന്നെ പലതും പല നീളത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്യാനും പറ്റിയില്ല. ഞാനത് തിരുപ്പതി ഭഗവാന്റെ മുമ്പിൽ അവിടെ സമർപ്പിക്കുന്നില്ല, അവിടെ പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് പോന്നു. ഇതാണ് അപ്പം എൻ്റെ ഹെയർ കട്ടിന്റെ കാര്യം എന്ന് പറയുന്നത്. കുറേ പേർക്ക് സംശയമുണ്ട് വയ്യാണ്ടാണോ എന്താ പറ്റിയത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ക്ലിയറൻസ് ഈ വീഡിയോയിലൂടെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോൾ കുറച്ച് ലെങ്ത് വീഡിയോ ഉണ്ടാവും, 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ ഡ്യൂറേഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇത് നിർത്താൻ പറ്റില്ല, കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇത്രയും ലെങ്ത് എടുത്തത്. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മാത്രം ഇഷ്ടമാണ്, വേറെ ആരും ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല. എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ പോയി അടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് യാതൊരു റിഗ്രറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചോളൂ കമന്റ് ബോക്സിൽ, നേരിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.